ഐ ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈഫ് പ്രോസസ് ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിന്റെ 4th പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ തന്നെ എനിക്കൊരു സന്തോഷമുള്ള കാര്യം നിങ്ങളോട് പറയണം. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുകയാണ്. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സപ്പോർട്ടുമാണ് എൻ്റെ ഒരു മോട്ടിവേഷനും എനിക്ക് ആ ഒരു വീഡിയോ ഇടാനുള്ള ഒരു എനർജി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ റിക്വസ്റ്റും ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള അന്ന ഗ്രേഷ്യസ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ തന്നെ എടുത്തത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് റിക്വസ്റ്റ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്തതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആയിരുന്നു അല്ലേ? എന്നാൽ ആനിമൽസിലും അങ്ങനെ തന്നെയാണോ ഡൈജഷൻ നടക്കുന്നത്? ഡു ഓൾ ആനിമൽസ് ഡൈജസ്റ്റ് ഫുഡ് ദ സെയിം വേ ആസ് ഹ്യൂമൻ ഡു? ആണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ ആനിമൽസ്, അതായത് നമ്മുടെ ബഫലോസ്, കൗവ് അല്ലെങ്കിൽ ആടുകൾ, ഇതെല്ലാം ഇങ്ങനെ വെറുതെ കിടന്ന് ഇങ്ങനെ ചൂ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിനാണ് അവർ ഇങ്ങനെ ഗ്രേസും ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും അവരെന്താണ് ഒന്നും തന്നെ ഈറ്റ് ചെയ്യുന്നില്ല, അവരെന്തിനാണ് ഇങ്ങനെ ചൂ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ്, അതായത് നമ്മുടെ കൗവ്, ബഫലോസ്, ഗോട്ട്, ഇവരൊക്കെ എന്ത് ചെയ്യും? അവർ ഈ പാർഷ്യലി ആയിട്ട്, അതായത് നമ്മൾ ആ ഗ്രാസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ചവച്ചിട്ട് ഇവരെന്ത് ചെയ്യും? അവരതിനെ വിഴുങ്ങും. പെട്ടെന്ന് തന്നെ സ്വാലോ ചെയ്ത് അവർ സ്റ്റൊമക്കിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കും. മനസ്സിലായോ? അതാണ് അവർ നിങ്ങൾ കഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്പീഡിലാണ് അവർ കഴിക്കുന്നത് അല്ലേ? എന്നിട്ട് ഇവരിങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ ഈ നമ്മൾ ഓൾറെഡി പാർഷ്യലി ചൂ ചെയ്ത, സ്വാലോ ചെയ്ത ആ ഒരു ഫുഡിനെ അവർ തിരിച്ച് വായിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് പിന്നീട് ഒന്നും കൂടെ ചവയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ കാണും, അവർ കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എന്തോ ഒന്ന് അല്ലേ അവർ ഉള്ളിൽ നിന്ന് എടുത്ത് പിന്നെയും വായിലേക്ക് കൊണ്ടുവന്ന് അത് ഒന്നുകൂടെ ഗ്രാജുവൽ ആയിട്ട് പയ്യെ സമാധാനത്തോടെ ചവയ്ക്കുന്നത് കാണാം. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് റൂമിനേഷൻ. എന്താണ്? ദിസ് പ്രോസസ് ഈസ് കോൾഡ് റൂമിനേഷൻ ആൻഡ് ദീസ് ആനിമൽസ് ആർ കോൾഡ് റൂമിനൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? റൂമിനേഷൻ. എന്താണ് പ്രോസസ്? ഇൻ ദ സ്റ്റൊമക് partial digestion of the food takes place. The partially digested food is brought back to the mouth for gradual chewing. This process is called rumination. മലയാളത്തിൽ ഇതിനെ അയവിറക്കുക എന്നൊക്കെ പറയും. ഓക്കെ, ഇനി a cow spent about 8 hours a day just chewing the food. നോക്കിക്കേ, ഒരു കൗ എത്ര മണിക്കൂറാണ് എടുക്കുന്നത്? 8 hours ആണ് ഒരു ഡേയിൽ ഈ ഫുഡ് ചൂ ചെയ്യാൻ തന്നെ എടുക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ തറവ്ലി ചൂഡ് ഫുഡ് അഗെയിൻ പാസ് ഡൗൺ ദ എലിമെന്ററി കനാൽ ഫോർ ദ ഫർദർ ഡൈജഷൻ. ഈ അഗെയിൻ നമ്മളിപ്പോൾ ഇങ്ങനെ അവർ ഈ റുമിനേഷൻ വഴി ചെയ്ത ആ ഫുഡ് എന്ത് ചെയ്യും? പിന്നെ എലിമെന്ററി കനാലിൽ പോയിട്ട് ബാക്കിയുള്ള ഡൈജഷൻ നടന്നിട്ട് അവർക്ക് അതിൽ നിന്ന് ന്യൂട്രിയൻസ് ലഭിക്കും. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഈ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് അവരുടെ ഡൈജഷൻ നടത്തുന്നതെന്ന്? ഓക്കെ, ഒരു കൗവിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് കണ്ടോ, ഇതാണ് റൂമൻ എന്ന് പറഞ്ഞ ഭാഗം. ഇതൊരു വലിയ ചേംബറാണ്. നമ്മുടെ കൗവിൻ്റെ സ്റ്റൊമക്കിലുള്ള, അല്ലെങ്കിൽ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസിൻ്റെ സ്റ്റൊമക്കിൽ ഒരു 4 ചേംബേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഫുൾ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല, നിങ്ങൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക. അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ചേംബറാണ് റൂമൻ എന്ന് പറഞ്ഞ ഭാഗം. ഇവിടേക്കാണ് ഇവർ പെട്ടെന്ന് തന്നെ ചൂ ചെയ്യുന്ന, ഹാഫായിട്ട് ചൂ ചെയ്യുന്നത് എങ്ങോട്ട് വരുന്നത്? ഈ റൂമനിലേക്കാണ് വരുന്നത്. അവിടെ വെച്ചാണ് എന്താണ് ഒരു പാർഷ്യലി ഡൈജഷൻ നടക്കുന്നത്. പിന്നെ ഇവര് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഇവിടെ നിന്നാണ് ആ ഒരു ഫുഡ് തിരിച്ച്, അതിനെ കട്ടെന്നാണ് പറയുന്നത് കേട്ടോ, ആ ഫുഡ് എങ്ങോട്ട് പോകുന്നത്? പിന്നെയും നമ്മുടെ മൗത്തിലേക്ക് വരുന്നത്. അവിടെയാണ് റൂമിനേഷൻ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ബാക്കി എന്ത് ചെയ്യും? പിന്നെ അത് ഇതുപോലെ തന്നെ ഈസോഫാഗസ് വഴി അത് പിന്നെയും പോയി ബാക്കി നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റ് നടക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഇത്രയും മാത്രം പഠിച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബേർഡ്സിന്റെ കാര്യത്തിലേക്ക് പോകാം. ബേർഡ്സിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങളൊന്ന് നോക്കിക്കേ, എന്ത് ചെറുതാണ് നോക്ക്. വളരെ ചെറുതാണ് അല്ലെ? അവർ ചെറിയ പക്ഷികളല്ലേ, അവർ കഴിക്കുന്ന ആഹാരവും അതുപോലെയുള്ളതാണ് അല്ലെ? ഇനി നമുക്ക് നോക്കേണ്ടത്, ബേർഡ്സിന് ടീത്ത് ഉണ്ടോ?
ഉണ്ടോ? ബേർഡ്സിന് ടീത്ത് ഉണ്ടോ? ഇല്ല. ബേർഡ്സ് ഡു നോട്ട് ഹാവ് ടീത്ത്. അവർക്ക് എന്താണുള്ളത്? അവർക്കൊരു ചെറിയ ഒരു ചേംബർ ഉണ്ട്. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആ ചേംബറിന്റെ പേരാണ് ഗിസാഡ്. കണ്ടോ? ഗിസാഡ് എന്ന് പറഞ്ഞതായി കൊടുത്തിരിക്കുന്നതാണ് അതിന്റെ ചേംബർ. ഈ ചേംബറിൽ വെച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്? അവരുടെ ഡൈജഷൻ നടക്കുന്നത്. അതായത് അവരുടെ ഫുഡ്, അവർ കഴിക്കുന്ന ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ഈ ഗിസാഡിൽ വെച്ചിട്ടാണ്. ഇനി എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഈ ഗിസാഡിന്റെ വോൾസ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവിടെ കോൺട്രാക്ഷനും നടക്കും, റിലാക്സേഷനും നടക്കും. ഇതുകൊണ്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? ഫുഡ് ഇസ് ബ്രോക്കൺ ഡൗൺ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഫുഡ് ഈസ് ബ്രോക്കൺ ഡൗൺ ബൈ ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ വോൾ ഓഫ് ഗിസാഡ്. അത് മാത്രമല്ല, ഇതിനൊരു കാര്യം കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ബേർഡ്സ് ഒക്കെ ചെറിയ സ്മോൾ സ്റ്റോൺസ്, അതിന് ഗ്രിറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ, സ്മോൾ സ്റ്റോൺസ് എന്ത് ചെയ്യും? സ്വാലോ ചെയ്യും. എന്തിനാണ് അവർ സ്മോൾ സ്റ്റോൺസ് സ്വാലോ ചെയ്യുന്നത്? ഈ ഒരു ഫുഡ് ബ്രേക്ക് ഡൗണിന് വേണ്ടി അതിന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ആനിമൽസിലും ബേർഡ്സിലും അല്ലെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആനിമൽസിലും ബേർഡ്സിലും ഒക്കെ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൈജഷൻ ആണ്. അവർ കഴിക്കുന്ന ഫുഡ് അനുസരിച്ചിട്ട്, അവരുടെ ശരീരം അനുസരിച്ച് എല്ലാം തന്നെ എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? We have learned that nutrients from digested food are carried to different parts of the body. നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഡൈജഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ പോകുന്നു അല്ലേ. എന്തൊക്കെയാണ് ആ ന്യൂട്രിയൻസിന്റെ ഹെൽപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ആ ന്യൂട്രിയൻസ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചില ന്യൂട്രിയൻസ്, അതായത് ഷുഗർ പോലെയുള്ള ഇത് ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ബോഡിക്കുള്ളിൽ ബ്രോക്കൺ ഡൗൺ ചെയ്ത് എന്തായി മാറും? എനർജി ആയിട്ട് കൺവേർട്ട് ആകും. മനസ്സിലായോ? ചില ന്യൂട്രിയൻസ് എന്തായിട്ട് കൺവേർട്ട് ആകും? യൂസബിൾ ആയിട്ടുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റെസ്പിറേഷൻ. എന്താണ്? റെസ്പിറേഷൻ. അപ്പൊ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ദ പ്രോസസ് ബൈ വിച്ച് ന്യൂട്രിയൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു യൂസബിൾ എനർജി. ഇറ്റ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്, റെസ്പിറേഷൻ ഇൻ ആനിമൽസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റെസ്പിറേഷൻ ഇൻ ആനിമൽസ്. നമുക്ക് നോക്കാം. നമ്മൾ ക്ലാസ് ഗ്രേഡ് 6 ലിവിങ് ക്രീച്ചേഴ്സ് എക്സ്പ്ലോറിംഗ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എന്താണ് പഠിച്ചത്? ഓൾ ലിവിങ് ബീങ്സ് റെസ്പയർ അല്ലെ. ഈസ് ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ദ സെയിം ഇൻ ഓൾ ആനിമൽസ്? ആണോ? എല്ലാ ആനിമൽസിലും ഒരുപോലെയാണോ റെസ്പിറേഷൻ നടക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഡൈജഷൻ നടക്കുന്നത് ഒരുപോലെ ആയിരുന്നോ? അല്ല. അതുപോലെ തന്നെയാണ് റെസ്പിറേഷനും ഓരോ ആനിമൽസിലും എന്താണ്? ഡിഫറെന്റ് ആയിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം എല്ലാ ലിവിങ് ബീങ്സും എന്താണ്? റെസ്പയർ ചെയ്യും അല്ലെ. നമുക്ക് ആദ്യം തന്നെ റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻ എങ്ങനെയാണ്, നമ്മളിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് നമ്മൾ ബ്രീത്ത് ഇൻ, അതായത് ഇൻഹെയിൽ ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് എക്സെയിൽ ചെയ്യുന്നതും എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ. ബ്രീത്ത് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓക്സിജനെ ഇൻഹെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഹൗ ഈസ് ദിസ് ഓക്സിജൻ യൂസ്ഡ് ഇൻ ദ ബോഡി? എന്തിനാണ് നമ്മൾ ഈ ഓക്സിജനെ ബ്രീത്ത് ഇൻഹെയിൽ ചെയ്യുന്നത്? എന്തിനാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർ ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ ഡിഫറെന്റ്? ബ്രീത്തിങ്ങും റെസ്പിറേഷനും ഡിഫറെന്റ് ആണോ? അതെ, ബ്രീത്തിങ്ങും റെസ്പിറേഷനും ഡിഫറെന്റ് ആണ്. എന്തിനാണ് നമ്മൾ ഓക്സിജൻ എടുക്കുന്നത്? എന്തിനാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഹൗ ഡു വി ബ്രീത്ത്, എങ്ങനെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, ദ പ്രോസസ് ഓഫ് ഇൻഹെയിലിംഗ് ആൻഡ് എക്സെയിലിംഗ് എയർ ഈസ് കോൾഡ് ബ്രീത്തിങ്. എന്താണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്? ബ്രീത്തിങ് ഇത്രയേ ഉള്ളൂ, നമ്മൾ നമ്മുടെ ആ എയർ ഇൻഹെയിൽ ചെയ്യുന്നു, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, അതിനെ നമ്മൾ പുറത്തേക്ക് കളയുന്നു. നമ്മളിങ്ങനെ ശ്വാസം വലിക്കുന്നു, ശ്വാസം വിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രീത്തിങ് എന്ന് പറയുന്നത്. ബ്രീത്തിങ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് ഫുഡ് ഇല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീക്കൊക്കെ ജീവിക്കാമെന്ന് പറയാം. നമ്മുടെ ജീവൻ നഷ്ടമാകില്ല എന്ന് പറയാം. അതുപോലെ തന്നെ വെള്ളമില്ലെങ്കിലോ? വെള്ളമില്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ബ്രീത്ത് ചെയ്തില്ലെങ്കിൽ, വിത്തൗട്ട് ബ്രീത്തിങ് നമ്മൾ എന്തായിരിക്കും? ആ സ്പോട്ടിൽ നമ്മൾ എന്താണ്? മരണപ്പെട്ടു പോകും. നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ബ്രീത്തിങ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്? ക്ലിയർ? എന്തുകൊണ്ടാണ് ഇത്? All of us are alive because we breathe. Not just humans.
പ്ലാന്റ്സ് ആൻഡ് അതർ ആനിമൽസ് ഓൾസോ ബ്രീത്ത്. അതായത് ജീവനുള്ള വസ്തുക്കൾക്ക് ബ്രീത്തിങ് കൂടിയേ തീരും. അല്ലേ? ക്ലിയർ അല്ലേ പറയുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിനും ആ ഫുഡിന്റെ ഡൈജഷനും ഒക്കെ ഒരു പ്രത്യേക പാത്വേസ് ഉണ്ടായിരുന്നു അല്ലെ, പ്രത്യേക ഒരു സിസ്റ്റം തന്നെ നമുക്കുണ്ടായിരുന്നു. ആ സിസ്റ്റം നമ്മൾ എന്താണ് പഠിച്ചത്? ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നാണ് പഠിച്ചത്. അതുപോലെ തന്നെ ബ്രീത്തിങ്ങിനും റെസ്പിറേഷനും നമ്മുടെ ബോഡിയിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് റെസ്പിറേറ്ററി സിസ്റ്റം. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഒരു ചാപ്റ്റർ ഇച്ചിരി വലുതാണ്, അതുപോലെ തന്നെ ടേംസ് ഒക്കെ കൺഫ്യൂസിങ് ആവും. നിങ്ങൾക്ക് ഓരോന്ന് പഠിക്കുമ്പോൾ മറ്റേത് മറന്നു പോകരുത്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെ തന്നെ നമ്മുടെ ബോഡിക്കകത്തുള്ള മറ്റൊരു സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ യൂസേജ്? അവിടെ ബ്രീത്തിങ്ങും റെസ്പിറേഷനും നടക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്നു, ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ആണ് എയർ. ഓക്കെ, ഇനി എന്താണ് റെസ്പിറേഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് വേരിയസ് പാർട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇത് ഈ ഫിഗറിൽ കാണുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ ദിസ് സിസ്റ്റം ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഫോളോസ് എ സ്പെസിഫിക് പാത്വേ. മനസ്സിലാവുന്നുണ്ടോ? ദ പാത്വേ ത്രൂ വിച്ച് ദ എയർ ഇൻഹെയിൽഡ് ആൻഡ് എക്സെയിൽഡ് ഇൻവോൾവ് വേരിയസ് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം അസിസ്റ്റിംഗ് ഇൻ ദ പ്രോസസ് ഓഫ് ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ പാത്വേയിലൂടെയാണ് എയർ ഇൻഹെയിൽ ചെയ്യുന്നതും എക്സെയിൽ ചെയ്യുന്നതും അതുവഴി നമുക്ക് എന്ത് കിട്ടുന്നത്? ഓക്സിജൻ കിട്ടുന്നതും റെസ്പിറേഷൻ നടക്കുന്നതും. ക്ലിയർ? ഇനി നമുക്ക് അത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഫസ്റ്റ് എന്താണ് ബിഗിൻ ചെയ്യുന്നത്? നമ്മൾ ഓക്സിജനെ, അതായത് എയറിനെ നമ്മൾ ഇൻഹെയിൽ ചെയ്യാണ്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് ഏത് വഴിയാണ്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് വായിലൂടെ ആണെങ്കിൽ ഇവിടെ എവിടെയാണ്? നമ്മുടെ നോസ്ട്രിൽസിലൂടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നോസ്ട്രിൽസ്. ദാ കണ്ടല്ലോ നോസ്ട്രിൽസ് എവിടെയാണെന്ന്. ദ റെസ്പിറേറ്ററി സിസ്റ്റം ബിഗിൻസ് വിത്ത് ദ പെയർ ഓഫ് നേസൽ ഓപ്പണിംഗ് കോൾഡ് നോസ്ട്രിൽസ് ത്രൂ വിച്ച് വി ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ എയർ. അത് നമുക്കറിയാം അല്ലെ, നമ്മൾ മൂക്കിൽ വഴിയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും. ഓക്കെ, ഇനി നമ്മൾ ഇൻഹെയിൽ ചെയ്ത എയർ നമ്മുടെ ഈ പെയർ ഓഫ് സ്മോൾ പാസേജ് കോൾഡ് നേസൽ പാസേജസ്. നമ്മുടെ ഇതാണ് ഈ മൂക്കിന്റെ ആ ഒരു ദ്വാരമില്ലാകത്തോട്ടുള്ള, അതിനാണ് നേസൽ പാസേജസ് എന്ന് പറയുന്നത്. അതുവഴിയാണ് നമ്മുടെ ഇൻഹെയിൽ ചെയ്ത എയർ അകത്തേക്ക് പോകുന്നതും അതുപോലെ തന്നെ എക്സെയിലുള്ള പുറത്തേക്ക് വരുന്നതും. ക്ലിയർ? നമ്മുടെ നോസ്ട്രിൽസിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെ, ഹെയർ ഉണ്ടാകും, മ്യൂക്കസും ഉണ്ടാകും. ഇതെന്തിനാണ് ഈ ഹെയറും മ്യൂക്കസും ഒക്കെ? അതെ, ഓരോന്നിനും ഓരോ ഹെൽപ്പ് ഉണ്ട്. ദീസ് ഹെയർ എലോങ് വിത്ത് മ്യൂക്കസ് ഹെൽപ്പ് ട്രാപ്പ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട് ഫ്രം ദ എയർ വി ബ്രീത്ത് ഇൻ. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ആ എയറിനകത്ത് ചെറിയ ചെറിയ ഡസ്റ്റും ഡേർട്ടും ഒക്കെ കാണും. ഈ ഡേർട്ടും ഡസ്റ്റും ഒക്കെ നമ്മുടെ മൂക്കിൽ വെച്ച് തന്നെ, നമ്മുടെ നോസ്ട്രിൽസിൽ വെച്ച് തന്നെ എന്താകുന്നുണ്ട്? അവിടെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഹെയറും മ്യൂക്കസും ഒക്കെ വളരെ ഹെൽപ്പാണ് ചെയ്യുന്നത് അല്ലെ. ദിസ് ഈസ് വൈ വി ഷുഡ് ബ്രീത്ത് ത്രൂ ദ നോസ്, നോട്ട് ത്രൂ ദ മൗത്ത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, വായ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാല്? ശ്വാസം എടുക്കുക ചെയ്യരുത്. കാരണം വായിലൂടെ ചെയ്താൽ എന്താണ്? അതല്ലാതെ പോകും, അവിടെ നമ്മുടെ ഡസ്റ്റും ഡേർട്ടും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകും. മൂക്കിലൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂക്കിലുള്ള, അതായത് നോസ്ട്രിൽസിലുള്ള ഹെയർ എലോങ് വിത്ത് മ്യൂക്കസ് എന്ത് ചെയ്യും? ഈ ഡസ്റ്റിനെയും ഡേർട്ടിനെയും എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമുക്ക് വന്ന ആ ഒരു എയർ എങ്ങോട്ട് പോകുന്നു? നെക്സ്റ്റ് പോകുന്നതാണ് വിൻഡ് പൈപ്പിലൂടെയാണ് അത് പോകുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ വായിൽ നിന്ന് ഫുഡ് പൈപ്പിലൂടെയല്ലേ താഴോട്ട് പോയത്? അതുപോലെ തന്നെ ഇവിടെ ഉള്ളതാണ് വിൻഡ് പൈപ്പ്. ക്ലിയർ? ഓക്കെ. ഫ്രം ദ നേസൽ പാസേജസ് ദ എയർ റീച്ചസ് അവർ ലങ്സ്. എയർ എപ്പോഴും നമ്മൾ ശ്വസിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? ലങ്സിലേക്കാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ലങ്സിലൂടെ പോകണമെങ്കിൽ, ലങ്സിലോട്ട് പോകണമെങ്കിൽ ആ വഴിയിൽ ആര് വേണം? ഒരു പൈപ്പ് വേണം അല്ലെ, അതിലൂടെ വേണം അത് പോകാനായിട്ട്. ആ പൈപ്പാണ് വിൻഡ് പൈപ്പ്. ഓക്കെ, ദ വിൻഡ് പൈപ്പ് ഫോംസ് 2 ബ്രാഞ്ചസ്. ആ വിൻഡ് പൈപ്പിനെ 2 ബ്രാഞ്ച് ആയിട്ട് തിരിയുന്നുണ്ട്. കാരണം എന്താണ്? നമുക്ക് എത്ര ലെങ്സ് ആണുള്ളത്? 2 ലെങ്സ് ആണുള്ളത്. ആ 2 ലെങ്സിലോട്ടും എയർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് 2 ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നത്.
നിങ്ങൾ നോക്കിക്കേ എത്ര പ്ലാനിങ്ങിലൂടെയാണ് അല്ലെ നമ്മുടെ ഓരോ അവയവങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇനി എന്താണ് നമ്മൾ നോക്കുന്നത്? ഇൻ ദ ലെങ്സ് ദീസ് ബ്രാഞ്ചസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു സ്മോളർ ആൻഡ് ഫൈനർ ബ്രാഞ്ചസ്. ആദ്യം ഇതെന്താണ്, വിൻഡ് പൈപ്പ് 2 ബ്രാഞ്ച് ആയിട്ട് തിരിഞ്ഞു. അത് നേരെ എങ്ങോട്ടാണ്? 2 ലെങ്സിലേക്കാണ്. എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ അവിടെ നിന്ന് പിന്നെ ഇതെന്താണ്, ഫർദർ ഒരുപാട് ബ്രാഞ്ചസ് പോലെ കണ്ടില്ലേ, അങ്ങനെ അത് പിന്നെയും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, അത് ഫൈനർ ബ്രാഞ്ചസ് ആയിട്ട് ദാറ്റ് എൻഡ് ഇൻ എ സ്മോൾ ബലൂൺ ലൈക്ക് സാക്ക് കോൾഡ് ആൽവിയോളൈ. എന്നിട്ട് അത് എങ്ങോട്ടാണ് ആ ഒരു ബ്രാഞ്ചസ് എൻഡ് ചെയ്യുന്നത്? ഒരു സ്മോൾ ബലൂൺ ലൈക്ക് സാക്ക് ആണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആൽവിയോളൈ. ഇതെന്താണ് ഇതിന് വിളിക്കുന്ന പേര്? ആൽവിയോളൈ. ഓക്കെ, അവർ ലങ്സ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ റിബ് കേജ്. നമ്മുടെ ഈ ലെങ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു അസ്ഥി, ആ ഒരു ഭാഗത്തിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? റിബ് കേജ് എന്നാണ്. അപ്പൊ അതിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എയർ എങ്ങോട്ട് വരുന്നു? നമ്മുടെ ലെങ്സിലേക്ക് എത്തുന്നു. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് നോസ്ട്രിൽസ്. നോസ്ട്രിൽസിലൂടെ എയർ വരുന്നു. വിൻഡ് പൈപ്പ് അത് 2ആയിട്ട് ലെങ്സിലേക്ക് പോകുന്നു. ആ ലെങ്സ്, അത് ലെഫ്റ്റ് ലെങ്സ് ഉണ്ട്, റൈറ്റ് ലെങ്സും ഉണ്ട്. ആ വിൻഡ് പൈപ്പിന്റെ ആ ഒരു ഡിവിഷൻ എന്താണ്? പിന്നെയും ഫർദർ ആയിട്ട് സ്മോൾ ഡിവിഷൻ ആയിട്ട് മാറുന്നു. അതെവിടാണ് എൻഡ് ചെയ്യുന്നത്? ആൽവിയോളെ എന്ന് പറഞ്ഞ ആ ഒരു ബലൂൺ പോലത്തെയുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് നമ്മുടെ എയർ പോകുന്നു. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇതിനെ, ഈ ഒരു ലങ്സിനെ കവർ ചെയ്ത് എന്തുണ്ട്? അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് റിബ് കേജ് ഉണ്ട്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി കേട്ടോ. ഒരുപാട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത് പഠിക്കാനും ബുദ്ധിമുട്ടാകും, അതുപോലെ തന്നെ എല്ലാം അങ്ങ് കൺഫ്യൂസ്ഡ് ആകും. അപ്പൊ നമുക്ക് ഇതുപോലെ ഈ ഒരു ചാപ്റ്റർ ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു അല്ലേ, ഒരുപാട് പാർട്ട് കാണും. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കാം, നന്നായിട്ട് വായിച്ചു നോക്കാം. ക്ലിയർ? വേർഡ്സ് ഒക്കെ മറന്നു പോകാതെ പഠിക്കാം. താങ്ക് യു.